മിസ്റ്റർ ശ്രീധർ. ആരാ? മിസ്റ്റർ ശ്രീധർ ആരാണ്? അത് ഞാനാ. ഇത് ബിനോയ് ആണ്. മിസ്റ്റർ വർക്കിച്ചൻ ഓഫ് സെൻട്രൽ റോഡ്വേസ്. ഹി ഈസ് യുവർ ഫ്രണ്ട്, ഐ തിങ്ക്. വർക്കിച്ചന്റെ ആരാ? ആരുമല്ല. പക്ഷെ വർക്കിച്ചൻ രാഷ്ട്രീയക്കാരെ ചാക്കിട്ട് പിടിക്കാൻ വേണ്ടി ഡൽഹിയിൽ വരുമ്പോഴൊക്കെ ഒബറോയ് ഷെറട്ടണിലാണ് താമസിച്ചിരുന്നത്. ഞങ്ങളുടേത് തികച്ചും ഒരേ എസ്തെറ്റിക് റിലേഷൻഷിപ്പാണ്. കം, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. വരൂ. It's so encouraging that the people all over the world prefer Chinese food nowadays. Come on. എനിക്ക് മനസ്സിലായില്ല. വർക്കിച്ചൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത്. He is a true lover of Chinese food. വർക്കിച്ചിനോട് ഒരു കുക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. Yes, I am that cook. ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ? Yes, but Mr. Sridhar, ഉച്ചക്ക് 1 മണിക്കൂർ, രാത്രി 1 മണിക്കൂർ, ആവശ്യമുള്ളത്രയും ചൈനീസ് ഫുഡ് ഞാൻ ഉണ്ടാക്കും. ഞാൻ പോകും. I can stay here. ഞാൻ പ്രതീക്ഷിക്കുന്ന മിനിമം സാലറി ഈസ് 1,500 rupees per month. Okay? അല്ല, ഞാനേ ആരാ ശിവര? വർക്കിത്തിന് അയച്ചതാ. ചൈനീസ് കുക്ക്. ചൈനീസ് മുറയിലുള്ള പാചകേ അശ്വതിക്ക് അമ്മ പറഞ്ഞില്ലേ? ആരാണോ താൻ? അച്ഛാ, തന്നോടാ ചോദിച്ചത്. ആരായാലും ബൂട്ടും കൊണ്ടിട്ട് ഇതിനകത്ത് കയറാൻ പറ്റില്ല. Who is this cultural guy? അച്ഛാ, വർക്കിത്തിന് അയച്ച ആളാന്നേ. വർക്ക് ചാനലിലെ ദേവേന്ദ്രനായ ചളിവന്ത് അതോന്നിയാ. Mr. Sridhar, ഞാൻ പറയുന്നത് മനസ്സിലാക്കച്ചാ. അച്ഛനെ വന്നേ. അച്ഛൻ പോലെ ചൂടാവുന്നു. what's wrong with you? I don't understand. അച്ഛൻ പറഞ്ഞ ഒന്നും കാര്യാക്കണ്ട. പഴമക്കാരനല്ലേ മേ? അതെ അതെ. അശ്വതിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കണം. എന്തൊക്കെ ഉണ്ടാക്കുക? If we go for the conventional Chinese style, we will start with soups. Sweet corn chicken soup, cream of chicken, cream of mushroom, cream of tomato, cream of crab, and of course lot of other soups. Chicken noodles, mutton noodles, mixed noodles, vegetable noodles, chicken fried rice, mutton fried rice, snake fried rice, mixed fried rice, chicken pyang. And of course you can have all Chinese items. ഇത് സാധനങ്ങളുടെയും പാത്രങ്ങളുടെയും ലിസ്റ്റാണ്. അശ്വതിയോ? പിന്നെ ഞാൻ ഇന്നലെ ഒരു തമാശ കാണിച്ചാണേ. ബില്ലുണെന്നേ. പക്ഷെ അശ്വതി തമാശയായിട്ട് എടുത്തിട്ടില്ല. ഞാൻ കാര്യമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചല്ലേ. ഞങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ ഇങ്ങനെ എന്തൊക്കെ തമാശ കാണിക്കുക. കലാസമിതിയിൽ എത്തിയാ പിന്നെ പിള്ളേര് മുഴുവൻ ഒരു ചുറ്റി ഇങ്ങനെ കൂടുക. ശ്രീധരേട്ടാ, എന്തെങ്കിലും ഒരു തമാശ പറയൂ, ഒരു തമാശ പറയൂ എന്ന് പറഞ്ഞിട്ട്. ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ബില്ല് ഉണ്ടെന്നപ്പോ ഞാൻ ചിരിച്ചേനെ. അതെ, ഇനി കളിയും തമാശയും ഒന്നും വേണ്ട. നന്നായിട്ട് പഠിക്കുക, ഗ്രാജുവേറ്റ് ആകുക. കുഞ്ഞമ്മാവന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക. കുഞ്ഞമ്മാവന്റെ ആഗ്രഹം? അതെന്താ ആഗ്രഹ? അത് അല്ല, അശ്വതിക്കുട്ടിയെ ഗ്രാജുവേറ്റ് ആക്കണം എന്നുള്ള ആഗ്രഹേ. അശ്വതിക്കുട്ടി, ഇനിയെങ്കിലും ഞങ്ങളെ അന്യരായിട്ട് കാണരുത്. എന്തൊക്കെ സൗകര്യം വേണമെന്ന് വെച്ചാ ധൈര്യമായിട്ട് ചോദിക്കുക. ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണം വേണമെന്ന് വെച്ചാ കഴിക്കുക. തടിയൊക്കെ ഒന്നാവട്ടെ. ചൈനീസ് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു മിടുക്കനെ ഇന്ന് അപ്പോയിന്റ് ചെയ്തിരിക്കുക. അല്ല, ഇനിയിപ്പോ അശ്വതി കുട്ടിക്ക് കാശ് തരാൻ നിർബന്ധമാണെങ്കിൽ ഞാൻ ഒരുക്കുന്നില്ല. പക്ഷേ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചാൽ മതി. അല്ല സാർ, കളി തുടങ്ങാറായില്ലേ? ഇല്ലല്ല, തുടങ്ങാൻ പോകുന്നുള്ളൂ. എന്റെ ഫ്രണ്ട്സാ. അശ്വതിക്ക് അറിയില്ലല്ലോ, ഞാൻ നല്ലൊരു വോളിബോൾ പ്ലെയറാ. കുഞ്ഞമ്മോന്റെ മോളാ. കോളേജിൽ ഗ്രാജുവേറ്റിന് പഠിക്കുക. അമേരിക്കന്നേ. അശ്വതി, ഞാൻ പറഞ്ഞില്ലേ വേറെ കുറച്ച് തിരക്കണ്ടേ? പോടാ. റോഡിലേക്ക് എത്തിയോ? എന്തായിട്ടെന്താ ശ്രീരേട്ടൻ പോരട്ടോ? നല്ലൊരു എന്തോ ഇതൊന്ന് ചതച്ചോണ്ടോ.
ആ ഇതെന്താ അച്ഛന് ചോറും കറിയും മതിയെന്ന്. അടുക്കളയിൽ ആ ചൈനക്കാരന്റെ ബഹളം തുടങ്ങിയിരിക്കുക. ഹലോ മിസ്റ്റർ ശ്രീധർ, 5 മിനിറ്റിനകം എല്ലാം റെഡിയാകും. പ്ലേറ്റ്സ് ഒക്കെ കഴുകി ടേബിൾ സെറ്റ് ചെയ്തോളൂ. ആര് ഞാനോ? പിന്നെ ഞാനോ? ഓക്കെ, ഇന്നത്തേക്ക് ഞാൻ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് കാണിച്ചു തന്നേക്കാം. സ്റ്റേറ്റ്സ് റിട്ടേൺഡ് ഒരു കുട്ടിയുണ്ട് ഇവിടെ അല്ലേ? ആദ്യം ഞാനൊന്ന് സംശയിച്ചു, ചൈനീസ് ഫുഡില് നിങ്ങൾക്ക് എങ്ങനെ താല്പര്യം തോന്നിയെന്ന്. നീ പോയി അശ്വച്ച പിടിച്ചിട്ടാ. നീ ഇങ്ങോട്ട് സെർവ് ചെയ്യുന്നതൊക്കെ തന്നെ താൻ. പിന്നെ താനെന്താ ഇവിടെ നിൽക്കുന്നേ? ഐ ആം ബിനോയ്, കോൾ മീ ബൈ നെയിം. എന്നാ തുടങ്ങാം. നിലവില് ഈ ജോലി ചെയ്യാമെന്നവൻ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഏർപ്പാട് ഇവിടെ വേണ്ട. How silly he is. എന്താ See, Mr. ശ്രീധർ, ഞാൻ ഒരുപാട് വലിയ വലിയ മനുഷ്യരെ കണ്ടിട്ടുണ്ട്. പൊളിറ്റിക്കൽ ലീഡേഴ്സ്, മിനിസ്റ്റേഴ്സ്, ഫിലിം സ്റ്റാർസ്. എല്ലാ തൊഴിലിനും അതിൻ്റെതായ മാന്യതയുണ്ട്. യു മസ്റ്റ് കൺസിഡർ ദ ഡിഗ്നിറ്റി ഓഫ് ലേബർ. എഴുന്നേറ്റ് പോകുന്നതാണ് തന്റെ ആരോഗ്യത്തിന് നല്ലത്. Shut up. സ്റ്റോപ്പ് ഇറ്റ്. അല്ല അയാൾ ഇവിടെ ഇരുന്നോട്ടെ. ഒരു മാനേഴ്സും ഇല്ലാത്ത ആളുകൾ. അയാൾ ഇവിടെ ഇരുന്നാൽ ആകാശം ഇടിഞ്ഞു വീഴൊന്നും ഇല്ലല്ലോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അയാളിവിടെ ഇരുന്നോട്ടല്ലേ? ഇരുന്നു ഇരുന്നു. Thank you. Thank you. Thank you very much. Excuse me. ഇന്നലെ കൂടുതൽ പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. ആ മനുഷ്യൻ അത്രയും ചീപ്പായി പെരുമാറിയപ്പോ ഞാൻ ആകെ അപ്സെറ്റ് ആയിപ്പോയി. സത്യത്തിൽ എന്താണ് പേര്? ഐ ആം അശ്വതി. ആ, അശ്വതിയാണ് എന്നെ രക്ഷിച്ചത്. ഐ ആം ബിനോയ്. കുട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അറിഞ്ഞു. ഈ വീട്ടുകാരുമായി അശ്വതി എങ്ങനെ പൊരുത്തപ്പെട്ടു പോകുന്നു? ഇന്നലത്തെ ഫുഡ് എങ്ങനെയിരുന്നു? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈസ് ഇറ്റ്? എനിക്ക് വേണ്ടി എന്തോ മഹാകാര്യം ചെയ്യുകയാണെന്ന് വിചാരത്തില്ല അവര് നിങ്ങളെ ഇവിടെ നിർത്തിയത്. അതുകൊണ്ട് അപ്പൊ ഞാൻ ഒന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാൻ നന്നാക്കാൻ ശ്രമിക്കാം. ബുദ്ധിമുട്ടണമെന്നില്ല. അല്ല, കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ ഈ വീട്ടുകാരെന്നെ പുറത്താക്കും. അതുകൊണ്ട് പാചകവിദ്യയുടെ പുസ്തകം വാങ്ങി പഠിച്ചതാണോ? ഞാൻ ഡൽഹിയിലെ ഒബ്രോയ് ഷെറട്ടനിലായിരുന്നു. മണ്ണാങ്കട്ടയായിരുന്നു. അല്ലായിരുന്നു. എന്റെ സ്റ്റൈൽ കുറച്ച് പുതിയതാണ്. ഒരു ശീലമായാൽ പിന്നെ ഇഷ്ടം തോന്നിക്കോളും. നിങ്ങളുടെ പരീക്ഷണമൊക്കെ ഇവിടെ ആവാമെന്നായിരിക്കും. നോ 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 നോ. ഇറ്റ്സ് എ ചാലഞ്ച്. ബിനോയുടെ സ്റ്റൈൽ കുട്ടിയെ ഞാൻ ഇഷ്ടപ്പെടുത്തും. We will see in the evening, okay? അശ്വതിയോട് താൻ എന്താ സംസാരിച്ചത്? എന്തേ? അല്ല, എനിക്കൊന്ന് അറിയാൻ വേണ്ടിട്ടാ. ഞങ്ങൾ പലതും മനസ്സ് തുറന്ന് സംസാരിച്ചു. യെസ്. ഡിസ്റ്റർബ് ചെയ്യാണെങ്കിൽ ക്ഷമിക്കണം. നല്ലൊരു കാസറ്റ് കിട്ടി. സോഫിയ ലോറന്റെ ഒരു പഴയ ഇറ്റാലിയൻ ഫിലിം, എ വുമൻ ഫ്രം ദി പാസ്റ്റ്. ഇറ്റ്സ് റിയലി എ ക്ലാസിക്. എന്താണ് എപ്പോഴും ഇങ്ങനെ തനിച്ചിരിക്കുന്നത്? അശ്വതിയും ഇവിടുത്തെ മറ്റാളുകളും 2 ലോകങ്ങളിലാണെന്ന് എനിക്ക് ബോധ്യമായി. ബോറടിക്കയില്ലെങ്കിൽ ഞാനൊരു സത്യം പറയാം. ഈ കണ്ണും ഈ മൂക്കും
ഈ കാതും എല്ലാം എനിക്ക് വളരെ പരിചിതമാണ്. കുട്ടി എന്റെ സിസ്റ്റർ ജിജിയുടെ തൽസ്വരൂപമാണ്. അവൾ ഇന്നില്ല. 1983 ഒരു ഉരുൾപൊട്ടലിൽ അവൾ പോയി. എന്നെ തനിച്ചാക്കിയിട്ട് അവൾ പോയി. ജിജിയെ കൊന്ന ഇന്ത്യയെ ഞാനിന്ന് വെറുക്കുന്നു. വല്ല യൂറോപ്യൻ രാജ്യങ്ങളിലോ അമേരിക്കയിലോ പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ മനസ്സിന് സ്വല്പം ആശ്വാസം കിട്ടുമായിരുന്നു. ജിജി, മൈ ഡാർലിംഗ്, മൈ ഡാർലിംഗ്. നിർത്തറ. ഈ വീട്ടിൽ തനിക്ക് എത്ര സ്വാതന്ത്ര്യം തന്നത്? മാനം മര്യാദക്ക് ജീവിക്കുന്ന കുടുംബത്തിൽ കയറി ഒന്ന് അലവലായ ഇത്തരം കാണിച്ചാലുണ്ടല്ലോ. ഡാർലിംഗോ? ആരാണ് അതിന്റെ ഡാർലിംഗ്? മിസ്റ്റർ ശ്രീധർ. ഷട്ട് അപ്പ്. ഇംഗ്ലീഷ് പറഞ്ഞ ആളുകളെ വരട്ടാമെന്നൊന്നും നോക്കണ്ട. ഇറങ്ങി പോടാ അടുക്കളക്കാരാ. ഹ്യൂമൻ സെന്റിമെന്റ്സിന് ഇവിടെ ഒരു വിലയില്ലേ? വാട്ട് ഈസ് ദിസ് അശ്വതി? അവളല്ല ഞാനാ പറയുന്നത്. ഇറങ്ങി പോവാൻ. ഈ മനുഷ്യൻ നിങ്ങൾ എന്ത് ചെയ്തു? അശ്വതി, ഇവരെ ഒന്നും വിശ്വസിക്കരുത്. കള്ള റാസ്കൽസ് ആണ്. ഐ ഡോണ്ട് കെയർ. എന്റെ മുറിയിൽ എന്നെ കാണാൻ വന്ന ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഇയാൾ ഈ മുറി കയറി വന്നത് കഥയിൽ തട്ടി എന്റെ അനുവാദം വാങ്ങിയിട്ടാണ്. അത്രയും മര്യാദ പോലെ നിങ്ങൾ കാണിച്ചില്ലല്ലോ. ഓ അത് ശരി. അശ്വതിയുടെ മുറിയിൽ കയറി വരാൻ ഞാൻ മുൻകൂട്ടി അനുവാദം വാങ്ങണം അല്ലേ? അശ്വതിയുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ കുഞ്ഞമ്മാവൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്റെ കാര്യം ആരും അങ്ങനെ പേൽക്കണ്ട. അശ്വതി, ഇത് ശ്രീധരേട്ടനാ പറയുന്നത്. ഏട്ടൻ ചമഞ്ഞതൊക്കെ മതി. ഒരേട്ടൻ. അമ്മ ഒരു നിമിഷം ഒന്ന് വന്നേ. കാര്യമുണ്ട്. വല്ലതും വിഴുങ്ങാനാണെങ്കിൽ കുറച്ച് സമയമാവും. ഇത് മുഴുവൻ അലക്കി കഴിയണം. അതല്ല, ഒരു പ്രശ്നം ചർച്ച ചെയ്യാനാ. മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിക്കടാ. ഈ മൂരാച്ചി കേൾക്കാൻ പാടില്ല. കൊന്നാലും ഞാൻ ഇവിടുന്ന് പോവില്ല. അങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകം അറിയാൻ പോകുന്ന കാര്യമാണ്. അമ്മേ, ഇന്നത്തെ സ്കൂൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെ ഞാനൊരു ബദൽ രേഖ സമർപ്പിച്ചു. ഹെഡ് മാസ്റ്റർ എന്നെ പുറത്താക്കി. എന്ത്? അമ്മയ്ക്ക് മനസ്സിലായില്ലേ? അവനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിന്ന്. ആഹാ, അത്രേ ഉള്ളൂ. പുറത്താക്കാൻ വൈകിയതിലേ എനിക്ക് അത്ഭുതമുള്ളൂ. ഞാൻ ചില വിട്ടുവീഴ്ചകൾക്ക് ഒരുങ്ങിയാണ് എന്റെ സംഘടനയ്ക്ക് വേണ്ടി. എന്താണാവോ? രക്ഷിതാവിനെ കൊണ്ടു ചെന്നില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കുമെന്ന് അവരെന്നെ ഭീഷണിപ്പെടുത്തി. അതെന്റെ സംഘടനാ പ്രവർത്തനത്തെ ബാധിക്കും. അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് അമ്മ എനിക്കൊരു രക്ഷിതാവിനെ ഏർപ്പാടാക്കി തരണം. അമ്മേ, വലിയേട്ടൻ എന്ന കേന്ദ്രത്തോട് തൽക്കാലം പറയണ്ട. അശ്വതിയാണമ്മേ. എന്ത് പറയാനാ ശ്രീധര? ഇങ്ങനെയുണ്ടോ ഒരു മനുഷ്യപ്പറ്റില്ലാത്ത കുട്ടി? എവിടെ പോവാന്ന് നേരിട്ട് പറയാൻ മടിച്ചിട്ട് കടലാസിൽ എഴുതി വെച്ചിരിക്കുക മുറിയില്. ബീച്ചിലേക്ക് പോവാണ്, വൈകുന്നേരം തിരിച്ചെത്തുന്നു. ഓഹോ, തനിച്ചാണോ പോയത്? ആ, ഗേറ്റ് കിടന്നപ്പോഴാണ് ഞാൻ കണ്ടത്. ഹലോ, വീട്ടിൽ അന്വേഷിച്ചപ്പോ ബീച്ചിലോ മറ്റോ പോയിരിക്കുകയാണെന്ന് അറിഞ്ഞു. ഇവിടെ ആവുമ്പോ സൂര്യയായിട്ട് ഇത്തിരി സംസാരിക്കാലോ. ഇത്തിരി സ്വൈര്യമായിട്ടിരിക്കാനാ ഞാനിവിടെ വന്നത്. അതിനെന്താ, ഇരുന്നോളൂ. എന്റെ സിസ്റ്റർ ജിജിക്കും ഇതുപോലെ ബീച്ചിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഞാനെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. എന്റെ ജിജി. പ്ലീസ് മിസ്റ്റർ ബിനോയ്, ലീവ് മീ അലോൺ. ഞാൻ എന്ത് ചെയ്യും? കുട്ടിയെ കാണുമ്പോ ഞാൻ എന്റെ ജിജി ഓർത്തു പോകുന്നു. മറക്കാൻ കഴിയണമെങ്കിൽ ഇന്ത്യ വിടണം. ഇന്ത്യ വിട്ടേ പറ്റൂ. അവിടെ അമേരിക്കയിൽ കുട്ടിയുടെ പേരൻസ് വിചാരിച്ച വല്ല രക്ഷ കിട്ടുമോ? അത് ശരി. അപ്പൊ അതിനായിരുന്നു ഈ ഗോഷ്ടിയൊക്കെ? നോ ഗോഷ്ടി. എനിക്കെല്ലാം മറക്കണം. സ്റ്റേറ്റ്സില് ലൈഫ് വളരെ ഫാസ്റ്റ് ആണല്ലോ, അതുകൊണ്ടാ. ഐ ആം റിയലി ഫെഡ് അപ്പ് മിസ് അശ്വതി, റിയലി ഫെഡ് അപ്പ്.